പ്രൈസ് ദി ലോർഡ്. 46 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. മാനുഷിക ഹൃദയങ്ങളിൽ ഏറ്റവും അസഹനീയവും ഹൃദയഭേദകവുമായ വേദനയാണ് തള്ളപ്പെടൽ അഥവാ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ഒറ്റപ്പെടലുകൾ, തള്ളപ്പെടലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് ഈ വചനത്തിലൂടെ സർവശക്തനായ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്, കഷ്ടങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന, അടുത്ത തുണയായി നിൽക്കുന്ന സർവശക്തനായ ദൈവം. അതെ, യോസഫിന്റെ ജീവിതത്തിലും ദാവീദിന്റെ ജീവിതത്തിലൊക്കെ ആ ഒറ്റപ്പെടലുകളും തള്ളപ്പെടലുകളും ഒക്കെ അനുഭവിച്ചപ്പോൾ അവരുടെ കൂടെ ഇറങ്ങി നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, മാനിച്ച ദൈവം, ഉയർത്തിയ ദൈവം, അതെ സർവശക്തനായ ദൈവമാണ്. കഷ്ടങ്ങൾക്ക് നടുവിൽ നമ്മെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. നമ്മോട് ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഒറ്റപ്പെടലുകളും വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് ഈ വചനങ്ങളിലൂടെ ഈ ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, പല വിഷയങ്ങൾക്ക് നടുവിലും ഒറ്റപ്പെടലുകൾ നീ അനുഭവിക്കുകയല്ലേ, തള്ളപ്പെടലുകൾ നീ അനുഭവിക്കുകയല്ലേ, എന്നാൽ അതിന്റെ നടുവിൽ ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറ, ദൈവം ഞങ്ങൾക്ക് സങ്കേതമാണ്, ദൈവം ഞങ്ങൾക്ക് അടുത്ത തുണയായി നിൽക്കുന്നു. അതെ, 38 വർഷക്കാലം രോഗം പിടിച്ച് ബെഥേസ്ദ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനെ തേടിയെത്തിയ ഒരു ദൈവസ്നേഹമുണ്ട്. തള്ളപ്പെടലുകൾ, ഒറ്റപ്പെടലുകൾ, ആരാലും ഒന്ന് സഹായിക്കാൻ കഴിയാതെ ഒക്കെ ആയിരുന്ന അവസ്ഥകൾക്ക് നടുവിൽ ഇതാ അവന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവന് വേണ്ടി രോഗസൗഖ്യമായി അവന്റെ ജീവിതത്തിന്റെ ആശ്വാസമായി തീർന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അവണ്ണം തന്നെ അവൻ ഇടപെടുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് 48 സങ്കീർത്തനത്തിന്റെ 14 വാക്യത്തിൽ ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നമുക്ക് ചേർന്ന് പറയാം, ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവം, എന്നെ വഴി നടത്തുന്ന, എന്നെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമായി എന്നോട് കൂടെയുണ്ട്. ആകയാൽ ഉറപ്പോടും ധൈര്യത്തോടു കൂടി മുൻപോട്ട് പോകാം. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, അടുത്ത സഖിയായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ വചനങ്ങളാ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.